ഡോക്ടർ, ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ഇപ്പോൾ കാലാവസ്ഥയുടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീര വ്യവസ്ഥയാണ് ശരിക്കും സ്ത്രീകളുടേത്. ഒരുപക്ഷെ മിനിറ്റിനായിരിക്കും ഇംബാലൻസുകൾ ഉണ്ടാവുന്നത്. സോ അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ പൊതുവെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? മേ ബി അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും. ശരിക്കും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവരെയും നമ്മൾ വളരെയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഒരേ സമയത്ത് തന്നെ ഒത്തിരി ഹോർമോൺ ഇംബാലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശരീരപ്രകൃതിയാണ് സ്ത്രീകളുടേത്. അപ്പം ഈ സമയത്ത് എളുപ്പം ഈ പറയുന്ന പോലെ ഭക്ഷണ രീതികളിലായാലും ഹൈജീനിക്കിൻ്റെ കാര്യങ്ങളിലായാലും അവരാണ് കുറച്ച് ശ്രദ്ധ വിട്ടുപോകുന്നത്. അപ്പം അവരെ ഈ ഒരു സമയത്ത് മുന്നൊരുക്കത്തോടു കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടവും കൂടെ. അപ്പം ഈ കുഞ്ഞുങ്ങൾ, ഈ ചെറിയ മക്കൾ, അതായത് ഈ പെൺകുട്ടികളായാലും അവരുടെ മെൻസ്ട്രൽ ഹൈജീൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈർപ്പം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സമയമൊക്കെ അവർക്ക് അവരുടെ വസ്ത്രധാരണങ്ങളിലുമൊക്കെ അമ്മമാർ കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നടത്തുകയും അതുപോലെ പ്രായമുള്ള അതായത് മുത്തച്ഛിമാരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രായമുള്ളവരെയൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുകൾ, ഈർപ്പം നിന്നിട്ട് വിയർപ്പ് അടിഞ്ഞിട്ടുണ്ടാകുന്ന അവസരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്കിൻ കണ്ടീഷൻസും ഈ ഒരു സമയത്ത് കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സ്കിൻ കണ്ടീഷൻ കണ്ടുവരുന്നതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ചര്യകൾ നമ്മൾ ആയുർവേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇളം ചൂടോടുകൂടിയുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാം കുളിക്കുന്നതിന്. അതുപോലെ കുടിക്കുന്നതിന് മല്ലിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം. അപ്പോൾ ഇൻഫെക്ഷൻസിനകത്ത് നിന്ന് ഒരുപാട് രക്ഷ നേടാനായിട്ട് പറ്റും. പച്ചക്കറികൾ മാത്രം കൂടുതൽ ഉൾപ്പെടുത്തി മത്സ്യം തേങ്ങ അരച്ച്, പച്ച തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള മത്സ്യക്കറികൾ, നോൺ വെജുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പച്ചമോര്, തൈര് ഇതെല്ലാം അങ്ങ് ഒഴിവാക്കി പുളിശ്ശേരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളം നല്ലവണ്ണം കടഞ്ഞ മോരിൽ കാച്ചിയ മോര്, പുളിശ്ശേരിയൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ രസത്തിൽ പിഴുപുളി അങ്ങനെയുള്ളതൊക്കെ കുറച്ച്, തക്കാളിയുടെ പുളിയൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള പാചകത്തിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം.